Hello guys, thanks for checking back on my channel, Mr. Chef. ഇന്ന് നമ്മളുടെ ചാനലിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വളരെ ഫ്ലേവർഫുൾ ആയിട്ടുള്ള എന്നാൽ കുറച്ച് സ്പൈസിയുമായിട്ടുള്ള ഒരു ഗ്രിൽഡ് പെരി പെരി ചിക്കൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമ്മളുടെ ചാനലിൽ വളരെയധികം റെക്കമെൻഡേഷൻ കിട്ടിയതുമായിട്ടുള്ള ഒരു റെസിപ്പിയാണ് പെരി പെരി ചിക്കൻ. ഈ ഒരു ഡിഷിന്റെ ഹിസ്റ്ററി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒറിജിനേറ്റഡ് ചെയ്തേക്കുന്നത് മൊസാംബിക് എന്ന് പറയുന്ന ഒരു ആഫ്രിക്കൻ കൺട്രിയിൽ നിന്നാണ്. മൊസാംബിക്കിൽ നിന്നാണ് ഈ ഡിഷ് ഒറിജിനേറ്റ് ചെയ്തേക്കുന്നെങ്കിലും ഇത് വേൾഡ് ഫുൾ ആയിട്ട് സ്പ്രെഡ് ചെയ്തത് പോർച്ചുഗീസുകാരാണ്. ഈ അടുത്തിടെ നമ്മളുടെ നാട്ടിലും വളരെയധികം പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു അടിപൊളി ഡിഷാണ് പെരി പെരി ചിക്കൻ. അപ്പോൾ ഈ ഒരു ഡിഷിന്റെ മെയിൻ ഫ്ലേവർ എന്ന് പറയുന്നത് ഈ കാണുന്ന ബേർഡ്സ് ഐ ചില്ലി എന്ന് പറയുന്ന ചില്ലി തന്നെയാണ്. അപ്പോൾ ഈ ഒരു ചില്ലി നമ്മളുടെ നാട്ടിൽ അത്ര പോപ്പുലർ അല്ല, നമ്മളുടെ നാട്ടിൽ അധികം കിട്ടാനില്ലാത്തതാണ്. പക്ഷെ അതിന് പകരം നമുക്ക് വേറെ എന്ത് ചെയ്യാന്ന് ചോദിച്ചാൽ ഇതിന് പകരം നമ്മളുടെ നാട്ടിൽ കിട്ടുന്ന റെഡ് ചില്ലി ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പം ഇത് വളരെ ഈസി ആയിട്ട് തന്നെ നമ്മളുടെ വീട്ടിലത്തെ കിച്ചൺ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്ന് എങ്ങനെ നമ്മളുടെ വീട്ടിലത്തെ കിച്ചണിൽ ഓവനും ഗ്രില്ലും ഇല്ലാണ്ട് സോസ് പാനിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നമുക്ക് കാണാം. ഓക്കെ, നമുക്ക് ആവശ്യമായുള്ള എല്ലാ ഐറ്റംസും ഞാനിവിടെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് മിസംബ്ലേസ് റെഡിയാക്കാം. അപ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞ മാതിരി ഓൾവേസ് സ്റ്റാർട്ട് വിത്ത് ഷാർപ്പ് നൈഫ്. ആദ്യമായി തന്നെ നല്ല വലിപ്പവും റെഡ് കളറുമുള്ള ഒരു വലിയ ക്യാപ്സിക്കം റഫായി കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലേക്കോ ഇല്ലാന്നുണ്ടെങ്കിൽ ഹാൻഡ് ബ്ലെൻഡറിന്റെ ജാറിലേക്കോ നമുക്കിടാം. അടുത്തായി മീഡിയം സൈസിലുള്ള ഒരു റെഡ് ഒനിയൻ കട്ട് ചെയ്ത് അതിൻ്റെ 4/1 റഫ്ലി കട്ട് ചെയ്ത് ഹാൻഡ് ബ്ലെൻഡറിന്റെ ജാറിലേക്ക് നമുക്കിടാം. മീഡിയം സൈസിലുള്ള നല്ല കളറുള്ള ടൊമാറ്റോ ഹാഫായി കട്ട് ചെയ്ത് അതിൻ്റെ ഒരു ഹാഫ് റഫ്ലി കട്ട് ചെയ്ത് നമുക്ക് ഇതിലേക്ക് ഇടാം. ചെറിയ 2 നാരങ്ങ തൊലി കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നടുവേ കട്ട് ചെയ്ത് നമുക്ക് ഇതിലേക്ക് ഇടാം. പെരി പെരി ചിക്കൻ്റെ ഒറിജിനൽ റെസിപ്പിയിൽ ഉപയോഗിക്കുന്നത് ഈ കാണുന്ന ബേർഡ്സ് ഐ ചില്ലി പെപ്പറാണ്. നമ്മളിന്ന് ഉപയോഗിക്കുന്നതും ഈ ചില്ലി പെപ്പർ തന്നെയാണ്. പക്ഷെ നിങ്ങൾക്ക് ഇത് കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ 4 റെഡ് ചില്ലി ഉപയോഗിച്ചാലും മതി. അടുത്തതായി തൊലി കളഞ്ഞെടുത്ത ഒരു കുടം വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി, ചെറിയ 4 ബേ ലീവ്സ്, 1 ടേബിൾ സ്പൂൺ വിനാഗിരി, നല്ല കളറുള്ള 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ ഉപ്പ്, 3 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിലും ഇതിലേക്ക് ഒഴിച്ച് ഹാൻഡ് ബ്ലെൻഡർ കൊണ്ട് നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നമ്മളുടെ കുറേ വ്യൂവേഴ്സ് നല്ലൊരു ഹാൻഡ് ബ്ലെൻഡറിന്റെ ലിങ്ക് ചോദിച്ച് എൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ കമൻറ്റ് ചെയ്തിരുന്നു. അപ്പം ഞാൻ ഈ ഉപയോഗിക്കുന്ന ഹാൻഡ് ബ്ലെൻഡറിന്റെ ലിങ്ക് നമ്മളുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ആ ലിങ്ക് വഴി നിങ്ങൾക്ക് ഈ ഹാൻഡ് ബ്ലെൻഡർ ഓർഡർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് ബ്ലെൻഡ് ചെയ്യുമ്പോൾ വളരെ സ്മൂത്ത് ആയിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഈ കാണാവുന്ന മാതിരി ചെറിയ ചെറിയ തരികളായിട്ട് തന്നെ നമുക്കിത് അരച്ചെടുത്താൽ മാത്രം മതി. പെരി പെരി ചിക്കൻ്റെ റെസിപ്പിക്ക് നമ്മൾ ഇങ്ങനെയാണ് സാധാരണ അരച്ചെടുക്കുന്നത്. ബ്ലെൻഡ് ചെയ്തെടുത്ത മാരിനേഷൻ നമുക്കെടുത്ത് സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ചിക്കൻ നമുക്കിന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിത് ഉപയോഗിക്കുന്നത് സ്കിന്ന് റിമൂവ് ചെയ്ത 1 കിലോ ചിക്കൻ ലെഗ്സ് ആണ്. നിങ്ങൾക്ക് മീഡിയം സൈസിൽ കട്ട് ചെയ്തെടുത്ത ഹോൾ ചിക്കനോ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടമുള്ള ചിക്കൻ പാർട്സോ നിങ്ങൾക്ക് ഈ റെസിപ്പിക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ചിക്കൻ കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ നൈഫ് കൊണ്ട് അടുപ്പിച്ച് തന്നെ നന്നായിട്ട് കട്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളെ മാരിനേഷൻ ചിക്കൻ്റെ ഉള്ളിലേക്ക് നന്നായി പിടിച്ച് ഫൈനൽ പ്രൊഡക്റ്റ് നല്ലൊരു ഫ്ലേവറിലും നല്ലൊരു ടേസ്റ്റിലും വരാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ അടുപ്പിച്ച് തന്നെ കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മൾ ഈ ഡിഷ് ഉണ്ടാക്കാനായിട്ട് ചിക്കൻ ചൂസ് ചെയ്യുമ്പോൾ അതിൽ വലിയ വലിപ്പമില്ലാത്ത ചിക്കൻ ചൂസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് നമ്മളുടെ കുക്കിംഗ് വളരെ ഈസി ആക്കാനും പ്രത്യേകിച്ച് നമ്മൾ പാനിൽ കുക്ക് ചെയ്യുന്നതുകൊണ്ട് അത് വളരെ ഈസി ആക്കാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഇപ്പം ഞാനിന്ന് എടുത്തേക്കുന്ന 1 കിലോ ചിക്കനാണ്. അത് വലിയ വലിപ്പമില്ലാത്ത ചിക്കനാണ് ഞാൻ പ്രത്യേകം സെലക്ട് ചെയ്തെടുത്തേക്കുന്നത്. പക്ഷേ നിങ്ങൾ ഗ്രില്ലിലോ ഓവനിലോ കുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിക്കൻ കുറച്ച് വലിപ്പമുള്ളതായാലും വലിയ കുഴപ്പമുണ്ടാകത്തില്ല. കട്ട് ചെയ്തെടുത്ത ചിക്കൻ നമുക്കൊരു ബോളിലേക്ക് ഇട്ടതിന് ശേഷം നേരത്തെ ബ്ലെൻഡ് ചെയ്തെടുത്ത മാരിനേഷൻ നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. മാരിനേഷൻ ഇട്ടതിന് ശേഷം നമുക്ക് കൈകൊണ്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ നന്നായി മാരിനേറ്റ് ചെയ്തതിന് ശേഷം 2 തുടങ്ങി 3 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിൽ നമുക്ക് എടുത്തു വെക്കാം. നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുവാനായിട്ട് ചിക്കൻ തലേദിവസം തന്നെ മാരിനേറ്റ് ചെയ്ത് പിറ്റേ ദിവസം ഗ്രില്ല് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്.
അപ്പോൾ ബേസിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്നതാണ് നമ്മുടെ പെരി പെരി ചിക്കന്റെ മെയിൻ പ്രോസസ്സ്. ഇനി നിങ്ങൾക്ക് ഇത് എങ്ങനെ കുക്ക് ചെയ്യാന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ഡിസൈഡ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഗ്രില്ലിലോ ഇല്ലാന്നുണ്ടെങ്കിൽ ഓവനിലോ ഇത് ഈസി ആയിട്ട് തന്നെ കുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ നമ്മളുടെ നാട്ടിൽ മിക്കവർക്കും തന്നെ ഓവനോ ഗ്രില്ലോ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇന്ന് പാനിൽ എങ്ങനെ കുക്ക് ചെയ്തെടുക്കാന്നുള്ളത് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ എങ്ങനെ പാനിൽ കുക്ക് ചെയ്യാന്നുള്ളത് നോക്കാം. അടുത്തായി നമ്മുടെ ചിക്കൻ ഗ്രില്ല് ചെയ്യുവാനായിട്ട് സ്റ്റൗ ഓണാക്കി ഹൈ ഫ്ലെയിമിലിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാത്രം വെച്ച് 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലോ ഇല്ലാന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിലോ നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. എണ്ണ ചൂടായതിനു ശേഷം നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ പാനിലേക്ക് നമുക്ക് ഇടാം. പാനിലേക്ക് ചിക്കൻ ഇടുമ്പോൾ നമുക്ക് അത്യാവശ്യം ഗ്യാപ്പ് ഇട്ട് തന്നെ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരേമാതിരി പെട്ടെന്ന് കുക്കായി കിട്ടുവാനായിട്ട് ഇത് വളരെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. Set the timer for 8 minutes. 8 minutes. Counting down. ചിക്കൻ നമ്മൾ 8 മിനിറ്റ് നേരമാണ് മൊത്തത്തിൽ കുക്ക് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്തതിന് ശേഷം പാനിന്റെ ലിഡ് വെച്ച് ഫ്ലെയിമിന്റെ സ്ട്രെങ്ത് മീഡിയത്തിലോ അല്ലെങ്കിൽ ബിലോ മീഡിയത്തിലോ വെച്ച് ബാക്കി 7 മിനിറ്റ് കുക്ക് ചെയ്യേണ്ടതാണ്. ചിക്കൻ കരിയാണ്ടിരിക്കാനും അടി പിടിക്കാണ്ടിരിക്കാനായിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും. നമ്മളുടെ ടൈമർ ഇവിടെ അടിച്ചിട്ടുണ്ട്. അടുത്തതായി നമുക്ക് ചിക്കൻ ഒന്ന് ഫ്ലിപ്പ് ചെയ്യാം. നിങ്ങൾക്ക് കാണാവുന്ന മാതിരി ചിക്കൻ്റെ അടി കരിയാണ്ട് തന്നെ നമ്മൾ നല്ല രീതിയിൽ ഒരു സൈഡ് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായി ചിക്കൻ മറിച്ചിട്ടതിന് ശേഷം വീണ്ടും ഹൈ ഫ്ലെയിമിൽ 1 മിനിറ്റ് കുക്ക് ചെയ്ത് 1 മിനിറ്റ് കഴിയുമ്പോൾ പാനിന്റെ ലിഡ് വെച്ച് ഫ്ലെയിം മീഡിയത്തിലോ ബിലോ മീഡിയത്തിലോ വെച്ച് അടുത്തൊരു 7 മിനിറ്റും കൂടെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. നമ്മളുടെ രണ്ടാമത്തെ ടൈമർ ഇവിടെ അടിച്ചിട്ടുണ്ട്. നമുക്ക് ലിഡ് ഓപ്പൺ ആക്കിയതിനു ശേഷം ചിക്കൻ എടുത്ത് നോക്കാം. നിങ്ങൾക്ക് കാണാവുന്ന മാതിരി ചിക്കൻ നല്ല രീതിയിൽ കരിയാണ്ട് തന്നെ വെന്ത് റെഡി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മളുടെ പെരി പെരി ചിക്കൻ ഇവിടെ നല്ല രീതിയിൽ റെഡി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്കിതൊന്ന് ടേസ്റ്റ് നോക്കാം. ചിക്കൻ ചെറിയ സ്പൈസിയും നല്ല ജ്യൂസിയും ടെൻഡറുമായിട്ടാണ് ഇരിക്കുന്നത്. ഇതൊരു നല്ല റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഗായ്സ്, നമ്മളുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇത് വളരെ വെറൈറ്റി ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഡിഷാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എൻ്റെ കമന്റ് സെക്ഷനിൽ എഴുതി അറിയിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഈറ്റ് ഗുഡ് ഫുഡ്, സ്റ്റേ ഹെൽത്തി, until I see you with a different video. Bye bye.